ഞാനൊരു അംഗൻവാടി പ്രവർത്തകയാണ്. ഒരുപാട് വിഷമത്തോടുകൂടി വേദനയോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പല സമയങ്ങളിലും എൻ്റെ ജോലിയെക്കുറിച്ചും ഞങ്ങളുടെ വരുമാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അത് ഞാനിവിടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. ഏതാണ്ടൊരു 26-27 വർഷമായി ജോലി കയറിയിട്ട്. അന്ന് വെറും 700 രൂപയായിരുന്നു സാലറി. ഇന്നത് 15,000-16,000 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൈകളിലേക്ക് അത് കിട്ടുന്നില്ല. 3 ഗഡുക്കളായിട്ടാണ് നമ്മുടെ ഹോണറേറിയം നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. ഏപ്രിൽ മാസത്തെ കേന്ദ്രവിഹിതം ഞങ്ങൾക്ക് ഈ ജൂൺ മാസത്തിലും എത്തിച്ചേർന്നിട്ടില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതൊരു കാര്യം, അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, കൊല്ലത്ത് അംഗൻവാടിയുടെ പ്രവേശനോത്സവം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് മാധ്യമങ്ങളോട് മന്ത്രി പറയുകയുണ്ടായി, കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുക്കും. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ബിർനാണി കുറിച്ച് സംസാരിക്കുകയും അതിന് അംഗൻവാടിയിൽ അത് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഓർഡർ വരികയും ചെയ്തു. ഞങ്ങൾ പാവം അംഗൻവാടി പ്രവർത്തകർ എന്തെല്ലാമാണ് സഹിച്ചു കൂട്ടുന്നത്. ഒരു പരിധിയില്ലേ ഇതിനൊക്കെ? ഇപ്പോൾ അംഗൻവാടിയിലുള്ള ഭക്ഷണ സാധനം ഈ കുരുന്നുകൾക്ക് കൊടുക്കാനായിട്ട് അംഗൻവാടിയിൽ ഇറക്കിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അരി, പയറ്, ഗോതമ്പ്, ശർക്കര, റാഗി, സോയ, ഗ്രീൻ പീസ്, എള്ള്, ജീരകം, കടുക്, ഇതൊക്കെ കണക്കുണ്ടാക്കണ്ടേ? 1 ഗ്രാം, 2 ഗ്രാം, 5 ഗ്രാം, ഇതൊക്കെ ഒരു കുരുന്നിന് ആവശ്യമുണ്ടോ? അതുപോലെ ഈ മെനു ചാർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അംഗൻവാടി പ്രവർത്തകരോട് ചോദിക്കണം, എന്താണ് അംഗൻവാടിയിൽ കുഞ്ഞിന് കൊടുത്താൽ ആ കുഞ്ഞ് കഴിക്കുന്നത്? കാലാകാലങ്ങളായി അംഗൻവാടിയിലെ പ്രധാന ഭക്ഷണമാണ് അരിയും പയറും കൂടിയിട്ടുള്ള കഞ്ഞി. ആ കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് കഴിച്ചെഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ അരിയും പയറും കഞ്ഞിയുടെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം. ഒരു തോരൻ വയ്ക്കാം, ഇലക്കറി തോരൻ, അല്ലെങ്കിൽ പയർ തോരൻ, അല്ലെങ്കിൽ പച്ചക്കറി കൊണ്ടുള്ള എന്തെങ്കിലും കറികൾ. അങ്ങനെ കറികൾ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. പക്ഷെ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് അരിയും പയറും ചേർത്ത കഞ്ഞി തന്നെ കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗൻവാടി പ്രവർത്തക പറയട്ടെ കുഞ്ഞ് കഞ്ഞി കുടിക്കില്ല എന്ന്. കഞ്ഞി കുടിക്കാതെ ഒരൊറ്റ കുട്ടിയും അംഗൻവാടിയിലില്ല. വേണ്ട, പുതിയ കുട്ടി വരുമ്പോൾ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുമല്ലോ. എല്ലാവരും അത് പെട്ടെന്ന് കഴിക്കണമെന്നില്ല. അപ്പോഴും നമ്മൾ നയത്തിൽ 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂണൊക്കെ വീതം കോരി കുഞ്ഞിൻ്റെ വായിലേക്ക് കൊടുത്താൽ മതി. വായിലേക്കൊന്ന് എത്തിച്ചാൽ മതി, ഇറക്കി വിടും. അതേസമയത്ത് ഒരു ബിരിയാണി ആണെങ്കിലോ, ബിരിയാണി 1 സ്പൂണും കൂടെ കൈകൊണ്ട് കോരി കുഞ്ഞിൻ്റെ വായിൽ കൊടുത്താൽ കുഞ്ഞ് എങ്ങനെയത് ഇറക്കി വിടും? ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചെന്ന് വരും. ആഹാരത്തോട് വേണ്ട എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെ ബിരിയാണി കഴിപ്പിക്കും? വായിൽ വെച്ചാൽ ഇറക്കി വിടണമെങ്കിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതേ സമയത്ത് അരിയും പയറും കൊണ്ടുള്ള കഞ്ഞിയാണെങ്കിൽ ആ കുരുന്നിൻ്റെ വായിലേക്ക് കൊടുത്താൽ മതി, ഇറക്കി വിടും. അനുഭവസ്ഥരാണ് ഞങ്ങൾ അംഗൻവാടിക്കാർ. ബിരിയാണി അല്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അരിയും പയറും വെച്ച കഞ്ഞി. രാവിലെ വേറെ എന്തെങ്കിലുമൊക്കെ ആവാം. ദോശ, ഇഡ്ഡലിയൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പുളിപ്പിച്ച മാവ് ഉണ്ടാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്കത് പ്രാബല്യത്തിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജൊക്കെ തരണം. സ്മാർട്ട് അംഗൻവാടികളാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ ദൈവത്തെ ഓർത്ത് ഈ ബിരിയാണി അംഗൻവാടിയിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കരുത്. അവർ കഴിക്കില്ല. 1 കുഞ്ഞോ 2 കുഞ്ഞെങ്ങാനും ആക്രാന്തത്തിൽ കഴിച്ചെന്നാവാം. പക്ഷെ അരിയും പയറും വെച്ച കഞ്ഞി കഴിക്കാത്ത മക്കളാരുമില്ല. അവർ അംഗൻവാടിയിലെ കഞ്ഞി കുടിച്ച മക്കളൊക്കെ വലിയവരായാലും ഉണ്ടല്ലോ, അവരുടെ നാവിൻ തുമ്പത്ത് അതിൻ്റെ സ്വാദുണ്ടാവും. അവർ ചെറുപ്പത്തിൽ അംഗൻവാടിയിൽ നിന്ന് കഴിച്ച ആ ഒരു സ്വാദ്. അതുപോലെ നമ്മൾ കഞ്ഞി 1 കിണ്ണം, വട്ടക്കിണ്ണം ഉണ്ട് കേട്ടോ അംഗൻവാടിയിൽ. ആ കിണ്ണത്തിൽ 1 കിണ്ണം കഞ്ഞിയൊക്കെ കഴിച്ചിട്ട് അവരാ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു തലയെടുപ്പുണ്ടല്ലോ. എഴുന്നള്ളത്തിന് വന്ന ഗജവീരൻ്റെ മാതിരി ഒരു പവറാണ് ആ കുട്ടിക്ക്. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതേസമയത്ത് കഴിക്കാത്ത കുട്ടികൾ നമുക്കും പിന്നെ കഴിക്കാൻ തോന്നില്ല. ഈ കുഞ്ഞ് ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ആഹാരം ഇറങ്ങും? അതേസമയത്ത് കൊടുക്കുന്ന കഞ്ഞിയാവും കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറും നിറയും, നമ്മുടെ മനസ്സും നിറയും. അത് ഒരു കാര്യം.
ഈ വീഡിയോ എങ്ങനെയെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്തേക്കൊന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. അതുപോലെ ഞങ്ങളുടെ അംഗൻവാടി പ്രവർത്തകർ, ഞങ്ങൾ വെറും നക്കാപ്പിച്ച പൈസയ്ക്ക് പാടത്തും പരമ്പത്തും എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഏപ്രിൽ മാസത്തെ കേന്ദ്ര വിഹിതം ഞങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല. ഇതൊന്നും ആരും അന്വേഷിക്കാനില്ല. ഇതിനൊന്നും ആരും, യൂണിയനൊക്കെ ഒരുപാടുണ്ട്. ആ പാർട്ടിക്ക് ഈ പാർട്ടിക്ക് ഇല്ലാത്ത പാർട്ടിക്ക് ഒക്കെ യൂണിയനുകളുണ്ട്. പക്ഷേ ഞങ്ങളുടെ വേദന മനസ്സിലാക്കാനോ ഞങ്ങളെക്കുറിച്ച് ഒരു കാര്യം സംസാരിക്കാനോ, ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 2 മക്കളുണ്ട്, പെൺകുട്ടികളാണ്, കല്യാണം കഴിപ്പിച്ചയച്ചു. പക്ഷെ അവിടെ ബാധ്യത തീർന്നിട്ടില്ല, തലേന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. കാരണം നമുക്ക് കിട്ടുന്ന ഈ പൈസ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് എങ്ങനെ കടം വീട്ടി മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുമെന്ന് പറയണേ. ഒരു ESI ആനുകൂല്യമില്ല, ഒരു പെൻഷൻ എന്ന് പറഞ്ഞാൽ നാമമാത്രമായത്. അതുകൊണ്ടൊക്കെ ഭാവിയിൽ ഞങ്ങൾക്ക് ഈ കുരുന്നുകളെയൊക്കെ നോക്കി ഈ വക കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ നിസ്സാര പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വിഹിതം ഇല്ല. ഞങ്ങളുടെ പൈസയിൽ നിന്നും മാസം മാസം പിടിക്കുന്ന ആ പൈസ, ആ കാശ്, അതുപോലും ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന കേസുകളാണ് ഒരു ഒട്ടനവധി. അപ്പോൾ ഞങ്ങളെക്കുറിച്ച്, അംഗൻവാടി അല്ലെങ്കിൽ ഈ കുരുന്നുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഒന്നാമത്തെ കാര്യം, അവർക്ക് ബിരിയാണി ദൈവത്തെ ഓർത്ത് കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ അതൊരു ഒറ്റ തവണയായിട്ട് കിട്ടുക. അത്യാവശ്യം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു തുക, അതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അലമുറയിടാനോ കരയാനോ ബഹളം വയ്ക്കാനോ അംഗൻവാടി പ്രവർത്തകർ ഇല്ല. അതുകൊണ്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത് നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് അറിഞ്ഞു വരുന്നതാണ്. കൈവിടരുത്. ഭാവി കുരുന്നുകൾ ഞങ്ങളുടെ കൈകളിലാണ്. അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഞങ്ങളുടെ മനസ്സും ഒന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കണം. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ.